തുറവൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ പലതും കാണാനില്ല. അപൂർവമായിട്ടുള്ള പല ആഭരണങ്ങളും ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള, അതിനേക്കാൾ ഇതിൻ്റെ പഴമ, ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ, ഇതെല്ലാം ശബരിമല കൊള്ള മാത്രമല്ല, കേരളത്തിലെ പല ക്ഷേത്രങ്ങളും നിരന്തരമായി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത ഇതിലൂടെ പുറത്തു വരുന്നുണ്ട്. സാർ, അത് നിസ്സാരമായി കാണാൻ കഴിയുന്ന വസ്തുതയല്ല. അങ്ങേക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്? അല്ല, അതൊരു വലിയൊരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് കേട്ടതാണ് തുറവൂരിനെ അതെ. സംബന്ധിച്ച്. അപ്പോൾ തുറവൂർ എങ്ങനെയാണ്? ശബരിമല നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഈ ആക്ഷേപം നിലവിലുണ്ട്. അത് 2-3 തരത്തിലാണ്. ഈ ക്ഷേത്രങ്ങളുടെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഈ സ്വർണ്ണാഭരണങ്ങളൊന്നും തിരുവാഭരണങ്ങൾക്കൊക്കെ വലിയ പഴക്കമുണ്ട്. ഇത് ഇവർ ധരിക്കുന്ന പോലെ 200 കൊല്ലം, 300 കൊല്ലത്ത്, 400 കൊല്ലത്തെ പഴക്കമൊന്നുമല്ല. ഒരു ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പഴക്കമുള്ള വലിയ ക്ഷേത്രങ്ങളാണ്. ഇതിനകത്തെല്ലാം പുരാവസ്തുക്കളായിട്ട് വളരെ ബന്ധമുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റുന്ന ആളുകൾ, അവർക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റ് ക്ഷേത്രത്തെ നശിപ്പിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഇവരെ വരുമാന മാർഗമായിട്ട് ഇവരേറ്റവും വലിയ പുരാവസ്തു കേന്ദ്രത്തിലേക്ക്, പല സ്ഥലത്തേക്കും സ്വർണത്തിലേക്ക് മാറ്റിണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഒരു പുതിയ വസ്തുതയല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ശബരിമലയിൽ മോഷണം നടന്ന ആ സമയത്താണ്. ഇപ്പോൾ തുറവൂർ നടക്കുന്നു എന്ന് പറയുന്നതാണ്. കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും ഗുരുവായൂരിനെ സംബന്ധിച്ച് പലരുടെയും കയ്യിലില്ല. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ സ്വർണത്തെ സംബന്ധിച്ച് ഇത്തരം തർക്കങ്ങളുണ്ട്. കൂടൽമാണിക്യത്തെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ പറയുന്നുണ്ട്. എറണാകുളം ശിവക്ഷേത്രത്തെ സംബന്ധിച്ച് ഇത്തരം തർക്കങ്ങൾ പറയുന്നുണ്ട്. മിക്കവാറും കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും ക്ഷേത്രവിരുദ്ധന്മാരായിരിക്കുന്ന ആളുകൾ ക്ഷേത്രത്തിൻ്റെ ഭരണസിംഹാസനത്തിൽ എത്തിയതിനു ശേഷം ഈ പറയുന്ന തിരുവാഭരണങ്ങൾ അടക്കം മോഷ്ടിച്ചിട്ടുണ്ട്. ഇതൊരു വസ്തുതയാണ്. ഇപ്പം നമുക്ക് ഹിന്ദുക്കൾ തന്നെ ഒരുപക്ഷെ ക്ഷേത്രങ്ങൾ തന്നെ രാജാക്കന്മാരുടെ കാലത്ത് യഥാവിധി ഉള്ള ക്ഷേത്രത്തിൻ്റെ തിരുവാഭരണങ്ങളും ആനയുടെ നെറ്റിപ്പട്ട അടക്കമുള്ള ആളുള്ള പണം ഉള്ള സ്വർണം ഉപയോഗിച്ചുകൊണ്ട് അത് നാടിൻ്റെ വികസനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ചരിത്രം തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചുണ്ട്. തൃപ്പൂണിത്തുറ മഹാരാജാവ് രവിവർമ്മ തമ്പുരാനെന്ന് എൻ്റെ ഓർമ്മ. 1914 സമയത്ത് റെയിലിൻ്റെ വികസനം വന്ന സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ സഹായിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൻ്റെ തിരുവാഭരണങ്ങൾ എടുത്തെന്ന് വിറ്റിട്ടുണ്ട്. അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നെറ്റിപ്പെട്ടെടുത്ത്, അമ്പലത്തിൻ്റെ നെറ്റിപ്പെട്ടെടുത്ത് വിറ്റിട്ടുണ്ട്. അത് എല്ലാം കൊണ്ട് തികയേണ്ട സമയത്ത് ഭാര്യയുടെ താലിമാല ഒഴിച്ചുള്ള മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും അങ്ങനെ വിറ്റിട്ടുള്ള വലിയൊരു പാരമ്പര്യം ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നടക്കുന്ന അങ്ങനെയല്ല. അന്ന് ചെയ്തത് അത് മുഴുവൻ വിറ്റുകൊണ്ട് റെയിൽ വരുത്താൻ വേണ്ടിയിട്ടും സർവ്വസാധാരണക്കാരന് പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ട് വിനിയോഗിച്ചുവെങ്കിൽ ഇന്ന് സംഭവിക്കുന്ന അയ്യപ്പൻ്റെ കൊള്ളയിൽ, ഇപ്പം അയ്യപ്പൻ്റെ ശബരിമലയിൽ സ്വർണം കാണാനില്ല. ആരാ സ്വർണം കെട്ടുമെന്ന് പറയുന്നത്? ഇവർ വലിയ പാട്ടൊക്കെ പാടി, സഹാക്കമര എന്നൊക്കെ പാടി അധികാരത്തിൽ എത്തിയിട്ട് 1 മാസമായല്ലോ. രമേശ് ചെന്നിത്തലയും കൂട്ടരൊക്കെ ഹോം മിനിസ്റ്റർ ആണല്ലോ. അയാൾ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന ശബരിമല കൊള്ളയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും അന്വേഷണം ഇദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ തെളിയിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഒന്നും തെളിയിക്കുന്നു പറഞ്ഞിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് ഇപ്പം യാതൊരു വേവലാതിയും മഹാ അയ്യപ്പൻ്റെ ഭക്തനായിരിക്കുന്ന ചെന്നിത്തലയ്ക്ക് ഇന്നിപ്പോൾ ഇല്ലല്ലോ. ചെന്നിത്തലയ്ക്കില്ല, കോൺഗ്രസ്സുകാർക്ക് ആർക്കുമില്ല. കാരണം അവരെ സംബന്ധിച്ചത് കേവലം എലക്ഷൻ്റെ ഒരു വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു തന്ത്രം മാത്രമാണ്. അങ്ങനെ എലക്ഷൻ തന്ത്രം മാത്രമായിട്ട് ഒരു വശത്ത് കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും തയ്യാറാവുന്ന സമയത്താണ് അവിടെയാണ് തുറവൂർ സ്വർണത്തിൻ്റെ ഈ പറയുന്ന തിരുവാഭരണത്തിൻ്റെ പ്രസക്തി. അതാണ് ഇന്നിപ്പത്തെ അവിടെ തുറവൂരിൽ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുതിയ സർക്കാരിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ആരാ? മറ്റേ മുരളീധരനാ, കെ കരുണാകരൻ്റെ മകൻ. പണ്ട് ഗുരുവായൂർ സ്ഥിരം പോയിരുന്ന ആളാ കരുണാകരൻ. ആ കരുണാകരൻ്റെ മകനാ മുരളീധരൻ. ഈ പറയുന്ന മുരളീധരൻ എന്താ ഒരു വേവലാതി? അയക്കൊരു വേവലാതി ഉണ്ടാവില്ല. കാരണം എത്ര സ്വർണം പോയാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നത്. പഴയ കാലത്ത് ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള സി കേശവൻ 1950-കളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. ആ താവഴിപ്പെട്ടുള്ള ആളാണ് മുരളീധരൻ. ഈ മുരളീധരന് ഞാൻ മനസ്സിലാക്കുന്നത് തുറവൂരിലെ ക്ഷേത്രത്തിൻ്റെ തിരുവാഭരണം പോയതിൽ യാതൊരു വേദന ഉണ്ടാവാൻ സാധ്യതയില്ല. ശബരിമലയിൽ സ്വർണ്ണം കാണാണ്ടായതിൽ ഒരു വേവലാതി ഉണ്ടാവാൻ സാധ്യമല്ല. കാരണം അവരെ സംബന്ധിച്ചത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇവർ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്വർണം പോയി, അതാരാ കെട്ടപ്പ, അപ്പോൾ സഖാക്കളാണി അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് ചില പാട്ടുകൾ പണം കൊടുത്ത് ചിലരെ കൊണ്ട് എഴുതിച്ച് പാട്ടുപാടി അത് തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വായിൽ പാടിക്കൊണ്ട് നടന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ മടക്കിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ, തിരുവാഭരണം മടക്കിക്കൊണ്ടിരുന്ന കാര്യത്തിൽ, ശബരിമലയിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടിരുന്ന കാര്യത്തിൽ, തുറവൂരിലെ തിരുവാഭരണങ്ങൾ കൊണ്ടിരുന്ന കാര്യത്തിൽ ഒന്നിലും ഇവർക്ക് ശ്രദ്ധ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം എലക്ഷൻ കഴിഞ്ഞു.
ഇലക്ഷൻ കഴിയുന്ന സമയത്ത് ഇനി ഇവർക്ക് ഇതൊക്കെ അങ്ങോട്ട് പോയാൽ മാത്രം മതി, ഇനി 5 വർഷം കഴിയുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരിക, ഈ 5 വർഷത്തിനിടയ്ക്ക് ഇവർക്കും പരമാവധി കക്കണം. ഇവരൊക്കെ ടാർഗറ്റ് അതാണല്ലോ, പരമാവധി അവർ കുറെ കെട്ടു, ഇനിയിപ്പോൾ ഞങ്ങൾക്കും കുറെ കക്കാലോ, ഞങ്ങളും കുറെ കക്കാൻ തീരുമാനിക്കാം, അതുകൊണ്ട് ഞങ്ങൾ ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ്സിൽ പൊക്കോ എന്നുള്ള ഒരു ആനുകൂല്യം ഞങ്ങൾ കൊടുക്കും, ഞങ്ങളൊരു 3000 രൂപ എന്താ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുമെന്ന് പറയും, 10 പൈസ ഞങ്ങൾ കൂട്ടി കൊടുക്കൂല, 2000 തന്നെ ഞങ്ങൾ കൊടുക്കുള്ളൂ, ആശാ വർക്കർമാർക്ക് ഞങ്ങൾ 5000 രൂപ കൊടുക്കുമെന്ന് പറയും, അവസാനം 700 കൊടുത്തുണ്ട് അല്ലെ 1000 രൂപ കൊടുത്തുകൊണ്ട് ആ ചർച്ച അവരങ്ങോട്ട് അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ കണ്ട് ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഒരു സങ്കല്പമായിട്ട് മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട്, കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊന്നും വരാൻ പോകുന്നില്ല, 2-3 കൊല്ലത്തേക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പില്ല, ഇനി വരാൻ പോകുന്നത് 2029-ലാണ്. 29 വരേക്കും യഥേഷ്ടം കട്ടുമുടിക്കാനുള്ള എല്ലാ സാഹചര്യവും UDF സംബന്ധിച്ചുണ്ട്. ആ കട്ടുമുടിക്കാനുള്ള താല്പര്യം അവർക്കുള്ളതിൻ്റെ പേരിൽ തുറവൂരിലെ ഈ പറയുന്ന തിരുവാഭരണത്തിൻ്റെ കാണാനില്ലായ്മ അത് ചർച്ചയല്ല ഇന്നിപ്പോൾ, അതാരും ചർച്ച ചെയ്യുന്നില്ല, അത് കണ്ടില്ലെങ്കിൽ വലിയ വിഷയമല്ല. ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ പണിയാണ്, അവർ മാത്രമാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യന്തം അപകടകരമായിരിക്കുന്നൊരു പോക്ക് ഇത്. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, വിശിഷ്യ മഹാക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഒരു കാലത്ത് ഇ.കെ. നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ സമയത്ത് അമ്പലങ്ങളിലൊക്കെ മോഷണം ഉണ്ടായി. അപ്പം ഉടനെ ഇയാൾ നയനാർ ചോദിച്ച്, ഭഗവാൻ എന്തിനാണ് പാറാവെന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഭഗവാന് പാറാവിൻ്റെ ആവശ്യമില്ല, ഭഗവാന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ബാധ്യത ഭഗവാന്റെ ബാധ്യതയാണ്, മറിച്ച് മോഷണം നടത്തേണ്ട ബാധ്യത മാത്രമേ സഖാക്കൾക്കുള്ളൂ എന്ന് പറഞ്ഞത് സാക്ഷാൽ ഇ.കെ. നയനാരാണ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണത് നയനാരുടെ പ്രസ്താവന. അങ്ങനെ നയനാർ ഒരിക്കൽ പറഞ്ഞിരുന്നു. കാരണം അവർക്കെല്ലാവർക്കും അറിയാം ഇപ്പം തെരഞ്ഞെടുപ്പൊന്നും വരാനില്ല, അപ്പം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കക്കാം. ആ കക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പരമാവധി സഖാക്കന്മാർ വിനിയോഗിച്ചത്. അതിലവർക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കുന്നത് സമാനമായിട്ടുള്ള സ്വഭാവം തന്നെയാണ് UDF സംബന്ധിച്ചുള്ളത്. ഈ UDF ഇതിനകത്ത് വസ്തുതകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. തുറവൂരിൽ ഇപ്പോൾ ആരൊക്കെ മോഷണം നടത്തുന്ന ആർക്കും പറയാൻ പറ്റില്ല, ദീർഘകാലമായിട്ടുള്ള മോഷണമാണ്, അങ്ങനെയൊക്കെയാണ് അതിനകത്ത് കണ്ടത്. അപ്പോൾ ഇന്നാണോ ഇന്നലെയാണോ മിനിയാന്നാണോ എന്ന് പറയാൻ സാധ്യമല്ല, നിരവധി വർഷങ്ങളായിട്ടുള്ള മോഷണമാണ്. ഈ മോഷണത്തിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്നോ ഈ നഷ്ടപ്പെട്ട തിരുവാഭരണങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്നോ ആർക്കും മോഹമില്ല. ഇപ്പം ഞാനിപ്പോൾ കേട്ടത് കഴിഞ്ഞ ദിവസം ഉള്ളൊരു വലിയ ചർച്ച ഒന്ന് രാജരാജേശ്വരി ക്ഷേത്രമോ ഇവിടെ മലബാറിലെ ചില ക്ഷേത്രങ്ങളുണ്ട്, അതൊക്കെ വഖഫ് ബോർഡ് പറയുന്നത് ഞങ്ങളെ എന്ന് പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ വഖഫ് ബോർഡാണ് കയറി തീരുമാനിക്കുന്നത്. അവിടെയുള്ള ഏതൊരു മുനിസിപ്പാലിറ്റി ഏരിയയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ രാജരാജേശ്വരി ക്ഷേത്രം, ഇത് ഹിന്ദുക്കൾ, പഴയ ഹിന്ദുക്കളല്ല, ഇതൊരു തിരിച്ചറിയേണ്ടതാണ്. ഹിന്ദുക്കൾ അതിശക്തമായിട്ട് വഖഫിൻ്റെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന തങ്ങളെ കൊണ്ട് വഖഫിൻ്റെ അല്ല ഇത് ഹിന്ദുക്കളുടെയാണെന്ന് പറയിപ്പിക്കാനുള്ള കരുത്ത് കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചുണ്ട്. സർക്കാർ ഇടപെടലായിരിക്കാം, സർക്കാരുകൾ തീവ്രവാദികളുടെ കൂടെയായിരിക്കാം, അത് UDF ആണെങ്കിലും കൊള്ളാം, LDF ആണെങ്കിലും കൊള്ളാം. അവർക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു കറവ പശു മാത്രമാണ്. ഈ കറവ പശുവിനെ കറന്ന് പരമാവധി പാലെടുക്കുക, അതവർക്ക് കുടിക്കുക, അവർക്ക് ചീർത്ത് വളർന്ന് വലുതാവുക, അവർക്ക് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ നേട്ടമാണ് LDF സംബന്ധിച്ചും UDF സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തുറവൂരിലെ നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഒരു കേരളത്തിൻ്റെ പോലീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പോലീസ് ചെന്നിത്തലയുടെ പോലീസാണ്. ഈ പോലീസ് ഇതൊന്നും അന്വേഷണം നടത്തി കണ്ടുപിടിക്കാൻ വേണ്ടി പോകണില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകാതിരിക്കുന്ന സമയത്ത് ഇതിനെ തെളിയിക്കേണ്ട ബാധ്യത കേരളത്തിലെ ഹിന്ദുക്കളുടെ ബാധ്യതയാണ്. ഹിന്ദുക്കൾ അതിനുവേണ്ടി രംഗത്തിറങ്ങണം. അവിടെ തുറവൂരിലെ മറ്റേ നരസിംഹസ്വാമി ക്ഷേത്രമാണത്, ഒരു വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്, ഒരു വലിയ ക്ഷേത്രമാണ്. അവിടുത്തെ സ്വർണമാണ് നിരവധി വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് തെളിയിക്കാൻ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ അധികാരികളെ സംബന്ധിച്ച് സാധ്യമല്ല, കേരളം ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സാധ്യമല്ല. അതിന് സാധിക്കുന്നത് ഹിന്ദുക്കൾക്കാണെങ്കിൽ ഹിന്ദുക്കൾ ജാതി വ്യത്യാസം മറന്നുകൊണ്ട് ഏക മനസ്സോടുകൂടിക്കൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് രംഗത്തിറങ്ങുക തന്നെയാണ് ഈ വിഷയത്തിനകത്ത് പരിഹാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.